നമ്മുടെ കൂനമ്പായിക്കുളത്തമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ നമ്മുടെ തൊട്ടപ്പുറത്തെ പുരയിടത്തിൽ വെച്ചിട്ട് അന്നദാനം നടക്കുന്നതിന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അവിടേക്ക് പിരിവൊക്കെ ഉണ്ടായിരുന്നു. പിരിവല്ല, തൊട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കാമായിരുന്നു. അങ്ങനെയാണ് ഞാനും അറിയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ പിന്നെ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ അന്നദാനം എന്ന് പറയാം കേട്ടോ. എനിക്ക് അമ്പലത്തിലെ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അധികം കറികളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു സാമ്പാറായാലും ഒരു അച്ചാറായാലും മതി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്നെപ്പോലെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ കുഞ്ഞിന് കാല് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കാറിലായിട്ട് പോയത്. പിന്നെ കുറച്ചൊന്ന് കറങ്ങി പോകണം. കാറിൽ പോകണമെങ്കിൽ നടന്നു പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കുഴിച്ചൊക്കെ ഓടയ്ക്ക് വേണ്ടി കുഴിച്ചൊക്കെ ഇട്ടേക്കാണ്. അവിടെ ചെന്നപ്പോഴേ മോളുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പയ്യനോട് പറഞ്ഞപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനും അതേപോലെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ട വന്നില്ല കേട്ടോ. പിന്നെ മോൾക്ക് ഇത്തിരി ചോറ്, അതായത് 1-2 ചോറ് ഞാനിങ്ങനെ ഞെരട്ടി അവൾക്ക് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മോളിൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് അമ്മയാണെങ്കിൽ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. കുറേ ചോറുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചങ്ങ് കേട്ടോ. കളയണ്ടാന്ന് കരുതി. അമ്പലത്തിലെ ചോറല്ല, നമ്മൾ കളയാനും പറ്റില്ല. പക്ഷെ അത്രയൊന്നും കഴിക്കത്തില്ല. ഒരു കാൽഭാഗമാണ് ഞാൻ വീട്ടിൽ കഴിക്കാറുള്ളത്. പക്ഷേ ഇത് ഫുള്ള് കഴിച്ചു. എങ്ങനെ ഞാൻ കഴിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ പായസം കിട്ടിയില്ല കേട്ടോ. പായസം പിന്നീട് പോയി മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മടിച്ചു. പിന്നെ വെള്ളവും വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കൂനമ്പായിക്കുളത്ത് അമ്പലത്തിൻ്റെ അതിലെയായിട്ടോ വന്നത്. അവിടെ നല്ല തിരക്കുണ്ട്. കാരണം അന്നദാനം അവിടെ ഉണ്ട്. അപ്പോൾ നിറയെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഉത്സവത്തിന് വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നടക്കുകയോ ഇല്ലയൊന്നും അറിയില്ല. അവിടെ നിന്ന് നേരെ ഓക്സിജനി വന്നിട്ടുണ്ടായിരുന്നേ. ഓക്സിജനി വന്നിട്ട് നമ്മൾ ഒരു ലാപ്പ് നോക്കാൻ വന്നതാണ്. ലാപ്ടോപ്പ് വാങ്ങണം എന്നിങ്ങനെ ആഗ്രഹം കുറച്ച് നാളായിട്ടുണ്ട്. കുഞ്ഞൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും പിന്നെ ഞങ്ങളുടെ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരെണ്ണം വാങ്ങിക്കണമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ നോക്കി അവസാനം നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കേട്ടോ. ഇതാണേ വാങ്ങിച്ചത്. അത് ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് തന്നെ കേട്ടോ. പിന്നെ EMI ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഒരു സമയത്ത് വാങ്ങിക്കാം. മാസം ചെറിയൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കണമെന്ന് മാത്രം. നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് മാസം അടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇതാ നമ്മൾ മെഡിസിറ്റി വന്നിട്ടുണ്ടായിരുന്നു. മോൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. മോളുടെ കയ്യിൽ തൊലി ഇളകിയിട്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു തടിപ്പ് പോലെ വന്നു. അപ്പോൾ അത് ഇനി പഴുക്കോ ഇല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് നേരെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോൾ നാളെ OP ഉണ്ടോന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. കുഞ്ഞുമക്കളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ എത്തിയപ്പോൾ ഇത്രയ്ക്കുള്ളൂ.